അല്ല, നിങ്ങളിത് അങ്ങനെ ചോദിക്കല്ലേ. 4 പതിറ്റാണ്ട് കാലം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ അല്ലെങ്കിൽ CPM-ന്റെ കൂടെ ഈ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടായിരുന്ന അല്ലല്ല, ഞാൻ ചോദിക്കുന്നതിന് മറുപടി നിങ്ങൾ ചോദിച്ചതിനാണ് ഞാൻ മറുപടി പറയുന്നത്. കൈരളി ടിവിക്കാർ പ്രകോപിപ്പിക്കാൻ പറ്റുകയാണ്. ഞാൻ പറയണ അല്ല, നിങ്ങൾ ഇടയ്ക്ക് കയറി ചോദിക്കല്ലേ. ഇടയ്ക്ക് നിങ്ങൾ ചോദിച്ചതിന്റെ ഞാൻ ഉത്തരം പറയുമ്പോൾ നിങ്ങൾ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. അതിന് കൃത്യമായ മറുപടി പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. 4 പതിറ്റാണ്ട് അവരെ തോളയിൽ വെച്ചുകൊണ്ട് നടന്നാണ് CPM. അപ്പോൾ അവർ മതേതരവാദികളായിരുന്നു. 2019 മുതൽ അവരുണ്ടാക്കിയ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ കൊടുത്തപ്പോൾ എങ്ങനെ വർഗീയവാദിയായി അവര്? ഞാൻ പറഞ്ഞ കേക്ക്, നിങ്ങൾ ബഹളം ഉണ്ടാക്കിയല്ലേ. നിങ്ങൾ മനഃപൂർവ്വം കൈരളിയും ദേശാഭിമാനിയും എൻ്റെ ബൈറ്റ് അലങ്കോലപ്പെടുത്താൻ വന്നാൽ ഞാൻ പ്രകോപിതനാവില്ല. മുഖ്യമന്ത്രിയെ പോലെ ഞാൻ പ്രകോപിതനാവില്ല. ഞാൻ പറയുന്ന കേക്ക്, അത് കേൾക്ക്, അത് കേട്ടിട്ട് നിങ്ങൾ സംസാരിക്കുക. അതായത് ഇവർ വന്നു, അപ്പോൾ മുഖ്യമന്ത്രി ഒരു ദിവസം പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. ഞാനപ്പോൾ വീഡിയോ ക്ലിപ്പ് കാണിച്ചു. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അവർ നല്ല സംഘടനയാണ്, അവർ മതേതര നിലപാടുള്ള സംഘടനയാണെന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ ക്ലിപ്പ് കാണിച്ചപ്പോൾ അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളത് മുഖ്യമന്ത്രി പിൻവലിച്ചു. അദ്ദേഹം പിന്നെ പറഞ്ഞു RSSുമായിട്ട് ഒരു ബന്ധവും ഒരു കാലത്തും ഉണ്ടായില്ലെന്ന്. അപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ ജോണി ലൂക്കോസ് മനോരമയുടെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ RSSുമായി ചില കാലത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്, ചില കാലത്ത് ബന്ധപ്പെട്ടിട്ടില്ല. അതാണ് അവസരവാദം എന്ന് പറയുന്നത്. ഇത് രണ്ടും ഞങ്ങൾ തെളിവുകൾ സഹിതം ഞങ്ങൾ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ മതേതരവാദം ഞങ്ങൾ പൊളിച്ചതാണ്. 4 പതിറ്റാണ്ട് ഇവരെ ചുമന്നുകൊണ്ട് നടന്ന. ഇനി ലീഗ് മതേതരവാദി ആയിരുന്നു, ലീഗ് LDFിലേക്ക് വരില്ല എന്ന് പാണക്കാട് തങ്ങൾ കൃത്യമായി പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ദിവസം മുതൽ ലീഗ് വർഗീയവാദിയായി. എന്നിട്ട് ബാബറി മസ്ജിദ് പൊളിച്ച കാലത്ത് ലീഗിന് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞ് ലീഗ് ഭിന്നിപ്പിച്ച് പുറത്തേക്ക് പോയ INL എടുത്തിട്ട് കക്ഷത്തിൽ വെച്ചിട്ടാണ് പിണറായി വിജയൻ നമ്മളെ മുസ്ലിം ലീഗിനെ മതേതരത്വം പഠിപ്പിക്കാൻ പറ്റും. അത് വേണ്ട. അതൊന്നും ഞാൻ കേട്ടിട്ടില്ല. UDF ഒരു നിലപാടെടുത്ത് ഞങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ തീരുമാനം ഞങ്ങൾ മാറ്റിയിട്ടില്ല. മനസ്സിലായില്ലേ? അത് UDFന്റെ തീരുമാനമാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുന്നണി ഇന്ത്യ ചരിത്രത്തിൽ അതുപോലൊരു നിലപാട് എടുത്തിട്ടില്ല. ഇപ്പം കണ്ടില്ലേ, കാപട്യം കണ്ടില്ലേ? ആ പിന്തുണ കൊടുത്താൽ എങ്ങനെ വേണ്ടെന്ന് പറയുന്നതാണ് പിണറായി വിജയനും MP ഗോവിന്ദനും ചോദിക്കണത്. എന്നിട്ട് പാർട്ടി കോൺഗ്രസിൽ ഗണ്ഡികയിൽ എഴുതി വെച്ചേക്കുവാണ് തീവ്രവാദ സംഘടന എന്ന് എഴുതി വെച്ചേക്കുക സ്വന്തം പാർട്ടി കോൺഗ്രസിൽ. ഇനി 77 ഈ ഇവരുടെ പിന്തുണയോടുകൂടിയാണ്, ജനസംഘത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് ജയിച്ചു വന്നത്. 77 മാർച്ച് 4-ാം തീയതിയിലെ ദേശാഭിമാനി പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഞങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. 77 പത്രം EMS പത്രാധിപരായിരിക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ജനസംഘം വർഗീയവാദികളല്ല, മതേതര പാർട്ടിയാണ്. അത് ന്യൂനപക്ഷ വിരുദ്ധരല്ല ജനസംഘം. ഈ കോൺഗ്രസ്സുകാർ വെറുതെ അവരുടെ തലയിൽ അവർ വർഗീയവാദികളാണെന്നും അവർ ന്യൂനപക്ഷത്തിനെതിരാണെന്നും വരുത്തി തീർക്കുകയാണെന്ന് ദേശാഭിമാനിലെ ലേഖനം കൂടി എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. 1977 മാർച്ച് 4-ാം തീയതി ഞങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതാണുള്ള സംവാദത്തിന് വരാത്തത്. സംവാദത്തിന് വന്നു നോക്കാം, അപ്പം ഞങ്ങൾ പറഞ്ഞു തരാതില്ല. മറുപടി അല്ല, FCRI ആക്ട് അതിനു വേണ്ടിയിട്ടാണല്ലോ. തെറ്റായ നടപടികളിലൂടെ വിദേശത്തു നിന്ന് പണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണല്ലോ FCRI. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊവിഷൻസ് സുരേഷ് ഗോപി ഒന്ന് വായിച്ചു നോക്കണം. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഗവൺമെൻറ്റിന് എപ്പോൾ വേണമെങ്കിലും ലൈസൻസ് റിന്യൂവൽ കൊടുക്കാതിരിക്കാം. മനസ്സിലായില്ലേ? ഏത് സമയത്ത് വേണമെങ്കിലും, എന്ത് കാരണത്തിൻ്റെ പുറത്ത് വേണമെങ്കിലും ലൈസൻസ് റിന്യൂവൽ കൊടുത്തില്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ടേക്ക് ഓവർ ചെയ്യാം. ആരാധനാലയം വേണമെങ്കിൽ ടേക്ക് ഓവർ ചെയ്യാം. അവർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അവർ തുടങ്ങിയിരിക്കുന്ന ഏത് സ്ഥാപനവും ഗവൺമെൻറ്റിന് ടേക്ക് ഓവർ ചെയ്യാം. അത് ഭരണഘടനാ മൂല്യങ്ങൾക്ക് എതിരാണ്, മൗലികാവകാശങ്ങൾക്ക് എതിരാണ്, ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് എതിരാണ്. കൊണ്ടുവന്നിട്ട് അങ്ങ് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഞങ്ങളിത് വഖഫ് ബില്ല് കൊണ്ടുവന്നപ്പോഴും അതിശക്തിയായി എതിർത്തത് അതുകൊണ്ടാണ്. അന്നും ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇവർ ചർച്ച് ബില്ലായിട്ട് വരുമെന്ന്. ഇവർ ചർച്ച് ബില്ലും തയ്യാറാക്കുന്നുണ്ട്. FCRI ആക്ടിൽ ഭേദഗതി അപകടകരമായ ഭേദഗതിയാണ്. അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം, വിദേശ നാണ്യ നിയന്ത്രണ ചട്ടങ്ങളുണ്ടാകണം, നിയമം ഉണ്ടാകണം. അതിലൊന്നും ഞങ്ങളെതിരല്ല. ഞങ്ങൾ കൊണ്ടുവന്നതല്ലേ FCRI ആക്ട്. അത് വേണം, കാരണം വേറെ തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇത് കൃത്യമായി ന്യൂനപക്ഷങ്ങളുടെ പ്രോപ്പർട്ടി, അവരുടെ സ്ഥാപനങ്ങൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയിരിക്കുന്ന ഒരു അവതരണമാണ്. അപ്പോൾ സുരേഷ് ഗോപി അതിൻ്റെ പ്രൊവിഷൻസ് ഒന്ന് വായിച്ചു നോക്കിയാണ്. പ്രതിപക്ഷ രവീന്ദ്ര ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മുടെ KC വേണുഗോപാലിൻ്റെ ഒരു അഭിമുഖം ഒരു ചാനലിൽ വന്നിട്ടുണ്ട്. ആ അഭിമുഖത്തിന് മുഖ്യമന്ത്രിക്കുള്ള ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കുള്ള മറുപടി എന്ന് പറയുന്നത് വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട്
ധനലക്ഷ്മി ബാങ്കിലാണ് തിരുവനന്തപുരത്തെ അക്കൗണ്ട് ഉള്ളത്. ധനലക്ഷ്മി ബാങ്കിൽ വന്ന തുക ഉപയോഗിച്ച് ഭൂമി വാങ്ങി. പക്ഷേ ഭൂമി വാങ്ങാൻ മതിയായ തുക അതിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഈ ഭൂമി വാങ്ങിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ആ ധനലക്ഷ്മി ബാങ്ക് അക്കൗണ്ടിൽ പൈസയൊന്നും ഇല്ലേ? അല്ല, അതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഒരു പ്രോജക്റ്റിന്റെ കണക്ക് അവതരിപ്പിക്കുന്ന എപ്പോഴാണ്? ആ പ്രോജക്റ്റ് തീർന്നു കഴിയുമ്പോൾ. അവിടെ ഞങ്ങൾ സ്ഥലം മേടിച്ചു, അവിടെ കെട്ടിടം പണിത്, പ്രോജക്റ്റ് തീർന്നു കഴിയുമ്പോൾ കണക്ക് പറയും. നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചതിന്റെ കണക്ക് പറഞ്ഞില്ല. പാവപ്പെട്ട രക്തസാക്ഷികളുടെ പേരിൽ പയ്യന്നൂരിൽ പൈസ എടുത്തിട്ട് MLA-യുടെ നേതൃത്വത്തിൽ, ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പൈസ മുഴുവൻ അടിച്ചു മാറ്റി. ആ പാവപ്പെട്ട അഭിമന്യുവിന്റെ പേരിൽ രക്തസാക്ഷി ഫണ്ട് ഉണ്ടാക്കിയിട്ട് അത് അടിച്ചു മാറ്റി. തിരുവനന്തപുരത്തെ വിഷ്ണുവിന്റെ രക്തസാക്ഷിയുടെ പേരിൽ ഫണ്ട് പിരിച്ചു കഴിഞ്ഞിട്ട് അത് അടിച്ചു മാറ്റിയ ആൾക്ക് ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്ത് വലിയ പോസ്റ്റിൽ വെച്ചു. ഇവിടെ പയ്യന്നൂർ അത് ചോദ്യം ചെയ്ത ആളെ പുറത്താക്കി, കട്ടവനെ ഉള്ളിൽ വെച്ചു. ഇതാണ് CPM. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കും. പാവപ്പെട്ട രക്തസാക്ഷികളുടെ പേരിൽ ഇപ്പൊ അഭിമന്യുവിനെ SDPക്കാർ കൊന്നാണ് ദേശാഭിമാനി പത്രത്തിലും കൈരളിയിലും ഒക്കെ പറഞ്ഞത്, മനസ്സിലായില്ലേ? ആ SDPയുടെ പിന്തുണ സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ പെറ്റ മകനെ എന്റെ റാസാവേ എന്നുള്ള ആ അമ്മയുടെ ഒരു നിലവിളിയുണ്ട്, ചങ്കുപൊട്ടുന്ന ഒരു നിലവിളിയുണ്ട്. ഞങ്ങളൊക്കെ സങ്കടം വന്നാണ് ഒരു കൊച്ചു പയ്യൻ SFI പ്രവർത്തകൻ അവിടെ മരിച്ചപ്പോൾ ചങ്കുപൊട്ടുന്ന ഒരു അമ്മയുടെ നിലവിളിയുണ്ട്. എന്റെ റാസാവേ, നിങ്ങൾ മിണ്ടായിരിക്കും, ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കും. ഞാൻ പെറ്റ മകനെ എന്ന് പറയുന്ന ഒരു വിളിയുണ്ട്. നിങ്ങൾ എന്റെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ഇനി ചോദിക്കണ്ട എന്നോട്. അല്ലല്ല, ഇടയിൽ കയറി സംസാരിക്കരുത്. നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. അതിനുള്ള അധികം നിങ്ങൾ നിർത്തി. നിങ്ങളോട് ഒരു ചോദ്യത്തിനും മറുപടിയില്ല. ഇതാണ് പരിപാടി. കൈരളി മീറ്റിംഗ് കലക്കാൻ വേണ്ടി അല്ലല്ല, ഞാൻ പ്രതിപക്ഷ നേതാവാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിന്റെ ഇടയിൽ കയറി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അധികാരമില്ല. ഞാൻ ചൂടാക്കിയിട്ട് എന്നെ പ്രകോപിക്കാൻ വേണ്ടി നിങ്ങളുടെ ഗൂഢാലോചന നടക്കൂല. അത് മുഖ്യമന്ത്രിയാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യില്ല. മനസ്സിലായി കേട്ടോ?